ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും വ്യാപാര നയങ്ങളും ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു പറഞ്ഞു. ഏലംകുളത്ത് വ്യാപാരി വ്യവസായി സമിതി ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ES ബിജു. ഓൺലൈൻ വ്യാപാരവും വഴിയോര വാണിഭവുമെല്ലാം ചെറുകിട കച്ചവടക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്നും സർക്കാർ ഇതിൽ ഇടപെടണമെന്നും ES ബിജു ആവശ്യപ്പെട്ടു. ഇന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഓൺലൈൻ വ്യാപാരത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഓൺലൈൻ വ്യാപാരം ചെറുകിട കച്ചവട മേഖലയെ സാരമായി ബാധിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു പറഞ്ഞു. നമുക്കൊരു ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ ആ ഉൽപ്പന്നം വാങ്ങാൻ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം നമ്മുടെ വീട്ടുവാതിക്കൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വരും. ഈ ഏലംകുളത്ത് ഏതെങ്കിലും ഒരു കടയിൽ പോയി ആ ഉൽപ്പന്നങ്ങൾ പരതേണ്ടതില്ല. മുൻകാലങ്ങളിൽ അത് മൊബൈലിന്റെ അക്സസറീസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളോ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളോ മാത്രമായിരുന്നു നമ്മൾ അത്തരത്തിൽ പർച്ചേസ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് 1 കിലോ മീൻ വാങ്ങിക്കാനും ഈ സൈറ്റുകളെ തെരഞ്ഞെടുക്കുന്ന പുതിയ വർത്തമാനഘട്ടത്തിന്റെ സ്ഥിതിവിശേഷത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വ്യാപാരത്തെയാണ് ബാധിക്കുന്നത്. വഴിയോര വാണിഭം ചെറുകിട വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. തൊഴിലാളികളെ വെച്ചും വാടക നൽകിയും ലൈസൻസും അനുമതിയോടും കൂടി പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെ വഴിയോര വാണിഭം സാരമായി ബാധിക്കുന്നുവെന്നും ES ബിജു വ്യക്തമാക്കി. ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് കുറെ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ അതിനോട് നമുക്ക് പ്രതികരിക്കേണ്ടതില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് പ്രതികരിക്കേണ്ടി വരിക. കാരണം അവർക്ക് ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല, അവർക്ക് തൊഴിലാളികളെ വെക്കേണ്ട കാര്യമില്ല, കറണ്ട് ചാർജ് അടക്കേണ്ട കാര്യമില്ല, ഒരു ലൈസൻസും എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ദൈനംദിനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമാണ്. അത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ കുഴപ്പമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനും ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ഇത് ദൈനംദിനം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പൊ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. മാലിന്യ പ്രശ്നം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്ലാസ്റ്റിക് നിരോധനം വന്നപ്പോൾ കച്ചവടക്കാരെ ബാധിച്ചു. പക്ഷേ ഒരു സാമൂഹിക പ്രശ്നമായതുകൊണ്ട് ആ പ്രശ്നത്തെ അഭിസംബോധന നമ്മൾ ചെയ്തപ്പോ ആ പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടതാണ് എന്ന നിലപാട് തന്നെ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ പ്ലാസ്റ്റിക്കിന് പകരം എന്തെന്ന ചോദ്യത്തിന് നാളിതുവരെ ഉത്തരമില്ല എന്നതാണ് നമ്മളെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. സ്കൂളിൽ വിപണി സീസൺ ആയപ്പോൾ പോലും ചെറുകിട വ്യാപാരികളെ തളർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സ്കൂളുകളിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് സ്കൂൾ സാധന സാമഗ്രികൾ വിതരണം ചെയ്ത ഏർപ്പാട് ചെറുകിട വ്യാപാരികളുടെ കച്ചവടത്തെ ഇല്ലാതാക്കിയെന്നും ES ബിജു ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ES ബിജു പറഞ്ഞു. സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് കച്ചവടം നടക്കുന്നവർക്കാണ് നമ്മൾ ബുക്കും പുസ്തകവും പേനായും എല്ലാം വാങ്ങിച്ച് നമ്മുടെ കടയിൽ വെക്കുന്നത്. അതിനുപോലും ഇപ്പൊ കച്ചവടമില്ല. കാരണം എന്താ, നമ്മളെല്ലാം കുട്ടികളെ വിടുന്ന നമ്മുടെ സ്കൂളുകൾ, അത് എയ്ഡഡ് സ്കൂളുകളാകട്ടെ, അൺഎയ്ഡഡ് സ്കൂളുകളാകട്ടെ, അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകളാകട്ടെ, ആ സ്കൂളുകളിലെല്ലാം ഒരു സൊസൈറ്റി രൂപീകരിച്ച് ടീച്ചർമാരും PTA കമ്മിറ്റി എല്ലാം നമ്മളെല്ലാം അതിൻ്റെ അത് ഭാഗവാക്കുകളാണ്. എങ്കിലും അതെല്ലാം രൂപീകരിച്ച് അവിടെ തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പൊ ബുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് വേണം. കുട്ടികൾ ഇടുന്ന ഉടുപ്പും അതിന്റെ അനുബന്ധമായിട്ടുള്ള സാധനങ്ങളും വേണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. ബാഗ് ആ സ്കൂളിൽ നിന്ന് വാങ്ങിക്കണം. ഷൂ വാങ്ങിക്കുന്നതും ആ സ്കൂളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പോലും കച്ചവടം ഇപ്പൊ ഇല്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടത്തിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഞാൻ ആ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമുക്ക് ആരെയെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ജില്ലാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ S ദിനേശൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സീനത്ത് ഇസ്മായിൽ, ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ, ജില്ലാ ട്രഷറർ BK അശോകൻ, ഏലംകുളം സർവീസ് ബാങ്ക് പ്രസിഡന്റ് P ഗോവിന്ദപ്രസാദ്, മൊയ്തീൻ ഫൈസി, പഞ്ചായത്ത് അംഗം P അജിത് കുമാർ, PP അബ്ബാസ്, സലാം ഗൾഫോൺ, NP മൂസ, സമിതി യൂണിറ്റ് സെക്രട്ടറി C അഷ്റഫ്, U കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.